കൂടാതെ ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വിക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് കുതിച്ചുയരുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ഏകദേശം 8% മുകളിലായിരുന്നു വിക്സിൻ്റെ ഒരു ഉയർച്ച കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. വിക്സ് എന്ന് പറഞ്ഞെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റി അളയ്ക്കുന്ന ഒരു ഇൻഡെക്സിനെയാണ് ഇന്ത്യ വിക്സ് സൂചിക എന്ന് വിശേഷിപ്പിക്കുക. അതായത് വിക്സ് വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി വർദ്ധിച്ചു വരുന്നു എന്നതാണ്. അതായത് ഇൻട്രാഡേയിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും നിയർ ടേം സ്വിങ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലവിലിപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലൊരു കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ്. ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിലവിലൊരു ഹെഡ്ജിങ് പൊസിഷൻസിലേക്ക് നിലവിലിപ്പോൾ മാറിയിരിക്കുന്നു. അതായത് കോൺഫിഡൻസിൽ വലിയ രീതിയിലുള്ള ഒരു കുറവ് മാർക്കറ്റിൻ്റെ നിയർ ടേം ഡയറക്ഷൻ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നു. ഒരു ചോപ്പിയും അൺസ്റ്റേബിളുമായിട്ടുള്ള ഒരു മാർക്കറ്റിനുള്ള ഒരു സൂചനയാണ് നിലവിലിപ്പോൾ ഇന്ത്യ വിക്സ് സൂചിക പരിശോധിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.